ഒന്നാമതായി കൊല ചെയ്യേണ്ടത് അഭിഷേകിനെയാണ്. അങ്ങനെ അഭിഷേക് മരിച്ചിരിക്കുകയാണ്. ഇത്തവണ അർജുനാണ് അഭിഷേകിനെ കൊല്ലുന്നത്. കഴിഞ്ഞ 2 കൊലപാതകവും ജാസ്മിനാണ് ചെയ്തത്. ഇത്തവണ ജാസ്മിന് ഫോൺ കൊടുക്കുന്നു. ജാസ്മിനെയാണ് ബിഗ് ബോസ് വിളിക്കുന്നത്. നിങ്ങൾ ഇത്തവണ കൊല്ലേണ്ടത് അഭിഷേകിനെയാണ് എന്ന് ജാസ്മിന്റെ അടുത്ത് പറയുന്നു. അർജുനെ കൊണ്ട് ഒരു സ്പൂൺ നിലത്തിടിക്കുക. ആ ഒരു സ്പൂണ് അഭിഷേക് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അഭിഷേക് മരിച്ചതായിട്ട് ബിഗ് ബോസ് അറിയിച്ചു കൊള്ളാമെന്ന് പറയുന്നു. അങ്ങനെ ജാസ്മിൻ ഈ കാര്യം അർജുൻ്റെ അടുത്ത് പറയുന്നു. അർജുനാണെങ്കിൽ നേരെ കിച്ചണിൽ പോകുന്നു. കിച്ചണിൽ പോയിട്ട് ഒരു കപ്പ് എടുക്കുന്നു. കപ്പ് എടുത്തിട്ട് ഒരു സ്പൂണും കൂടെ കയ്യിലെടുക്കുന്നു. ഇതേ സമയത്ത് തന്നെ പുറത്ത് CIDകളുടെ അന്വേഷണം നടക്കുവാണ്. അതിൻ്റെ ഇടയിൽ ചെന്ന് നേരെ നിൽക്കുന്നു അർജുൻ എന്നിട്ട് നൈസായിട്ട് ആ സ്പൂൺ താഴെ ഇടുന്നു. അഭിഷേക് തൊട്ടടുത്ത് നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ട് അഭിഷേകിനോട് അവിടെ ഒന്ന് എടുത്ത് തരാമെന്ന് ചോദിക്കുന്നു. അങ്ങനെ നൈസായിട്ട് അഭിഷേക് ആ സ്പൂൺ എടുത്ത് കയ്യിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഭിഷേക് സ്പൂൺ എടുത്ത് കൊടുത്തുകൊണ്ട് തന്നെ അഭിഷേക് ഇപ്പോൾ മരിച്ചിരിക്കുകയാണ്. എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ 3 കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. CIDകളുടെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് തന്നെ അടുത്ത കൊലപാതകവും അവർ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും കൊലപാതകികളെ കണ്ടുപിടിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇത് CIDകളുടെ മുന്നിൽ വെച്ച് നടത്തിയത് കൊണ്ട് തന്നെ അവർ ഈ ഒരു ആക്ട് ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ നാച്ചുറലായുള്ള രീതിയിൽ അർജുൻ ചെയ്തതുകൊണ്ട് തന്നെ അവർ ശ്രദ്ധിക്കാൻ സാധ്യതയില്ല. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം അവർ കുറ്റവാളികളെ കണ്ടുപിടിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം. എന്തായാലും ലൈവ് അപ്ഡേറ്റിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.